നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 2012 മോഡൽ സ്വിഫ്റ്റ് VDI. അപ്പോൾ VDI എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡീസൽ ഓപ്ഷൻ എന്നൊക്കെ വാഹനമാണ്. പിന്നെ VDI ആയതുകൊണ്ട് തന്നെ ഫുൾ ഓപ്ഷനേക്കാളും കുറച്ചുകൂടി ഓപ്ഷൻസ് കുറവായിരിക്കും. എന്നാലും നമുക്ക് LDA വെച്ച് നോക്കുമ്പോൾ ഒട്ടനവധി ഫീച്ചേഴ്സ് നമുക്ക് അത് ആഡായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ ഇത് കിലോമീറ്ററും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വീഡിയോയിൽ തന്നെ കാണിച്ചേക്കാം. അതുകൂടാതെ തന്നെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി ക്വാളിറ്റിയും നല്ല ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. ചെറിയ രീതിയിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വിശദമായിട്ട് ഞാൻ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇൻറ്റീരിയറൊക്കെ വളരെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് സീറ്റ് കവേഴ്സ് കിട്ടും, നല്ല ഭംഗിയിൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്ന വാഹനം കൂടിയാണ് ഈ ഒരു സ്വിഫ്റ്റ് ഡിസയർ VDI. അപ്പോൾ ഈ ഒരു വാഹനം നമുക്കൊരു ഫുള്ള് കണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് 2012 മോഡൽ സ്വിഫ്റ്റ് ഡിസയറാണ്, അല്ലെങ്കിൽ മാരുതി സ്വിഫ്റ്റ് ഡിസയർ എന്ന് പറയാം. VDI ആണ് ഓപ്ഷൻ വന്നേക്കണം. ഡീസൽ ഓപ്ഷനിൽ വന്നേക്കുന്ന വാഹനം നല്ല ഫുൾ കണ്ടീഷൻ വാഹനമാണ്. അല്ല, ഇതിൻ്റെ ക്വാളിറ്റിയും അതേപോലെ തന്നെ കളറും കാര്യങ്ങളും നോക്കാം. പിന്നെ ഡിസൈറിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം, ഈ ഒരു ബോഡി ഷേപ്പ് അല്ലെങ്കിൽ ബാക്കിൽ ഇങ്ങനത്തെ ഒരു കട്ടിങ് വന്നേക്കുന്ന ഡിസയറാണ് ഒട്ടനവധി ആൾക്കാർ എടുത്തിരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പഴയ ആ ഡിസയറിനേക്കാളും കുറച്ചും കൂടി ഒരു ഒതുങ്ങിയൊരു ഷേപ്പാണ് വന്നേക്കുന്നത്. അത് മാത്രമല്ല ഈ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം പക്കാ ക്വാളിറ്റി ഇരിക്കുന്ന വാഹനമാണ്. ഇപ്പോൾ ഇതിൻ്റെ ബോഡി ആയാലും കാര്യമായിട്ടുള്ള ഡെൻറ്റോ അങ്ങനെ സംഭവങ്ങൾ നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നില്ല. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ എടുത്ത് ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സൈഡ് പോർഷനും അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് പോയേക്കാം. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ വീലാർച്ച് നോക്കാം. വീലാർച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് സ്ക്രാച്ച് കിട്ടുന്നുണ്ട്, അതുപോലെ ഇവിടെയും ചെറിയൊരു സ്ക്രാച്ച് കിട്ടുന്നുണ്ട്. വീലാർച്ച് ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്കാ കണ്ടീഷനാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ടയർ നോക്കാം, ഗ്രിപ്പ് കൂടെ കാണാവുന്നതാണ്. വീൽ കപ്പാണ് ഇവിടെ വന്നേക്കണേ. അതേപോലെ നമ്മൾ ഇനി ഇതിൻ്റെ ബോണറ്റ് നോക്കിയേക്കാം. ബോണറ്റിൽ എന്തെങ്കിലും ഡെൻറ്റോ പാച്ചോ എന്തെങ്കിലും നോക്കാം. പക്ക ക്വാളിറ്റി ഇരിക്കണം ബോണറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹെഡ് ലാംപ്സ് നോക്കാം. ഹെഡ് ലാംപ്സ് ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ബമ്പർ നോക്കാം. ബമ്പർ നോക്കുമ്പോൾ ബമ്പറിൽ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ബമ്പേഴ്സാണ്, സ്ക്രാച്ചോ കാര്യങ്ങളോ നമുക്ക് കിട്ടുന്നില്ല. ലെഫ്റ്റ് സൈഡ് നോക്കാം. ഇവിടെയും സ്ക്രാച്ച് ഉള്ള ഒരു ഹെഡ് ലാംപ്സാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. താഴെ നമുക്ക് ആ ഒരു ഫോഗ് ലാംപ്സ് കാര്യങ്ങളൊക്കെ കാണാം. ലെഫ്റ്റ് സൈഡിലേക്ക് വരാം. ഇവിടെ വീലാർസ് നോക്കാം. വീലാർസൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാർസാണ്, ഇവിടെ സ്ക്രാച്ചസ് ഒന്നുമില്ല. അതേപോലെ ടയർ കണ്ടീഷൻ നോക്കാം. ടയർ കണ്ടീഷൻ നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് നമുക്കിവിടെ കാണാം. വീൽ കപ്പ് നോക്കാം. വീൽ കപ്പിൽ സ്ക്രാച്ചസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറ് നോക്കുമ്പോൾ രണ്ട് ഡോർ വലിയ കുഴപ്പമില്ല, എന്നാലും ചെറിയൊരു സ്ക്രാച്ച് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ലോവർ പാർട്ടിലും ഒരു സ്ക്രാച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് റിയർ ഭാഗത്തെ ടയേഴ്സിലേക്ക് വരാം. ടയേഴ്സിലേക്ക് വരുമ്പോൾ ഇവിടെ ഗ്രിപ്പ് നോക്കാം. ഇവിടെ വീലാർച്ച് വലിയ കുഴപ്പമില്ല, പൊടിക്കൊരു ഡോട്ട് സ്ക്രാച്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഡീഫോഗറോ കാര്യങ്ങളൊന്നുമില്ല. VDI ആയതുകൊണ്ട് നമുക്കത് കിട്ടുന്നില്ല. ZDIയിലാണ് ഡീഫോഗറൊക്കെ വരാറ്. ഇവിടെ മാരുതി സുസുക്കിയുടെ ബാഡ്ജിങ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സ്വിഫ്റ്റ് ഡിസയറിൻ്റെ ആ ഒരു ബാഡ്ജിങ് കിട്ടുന്നുണ്ട്. VDIയുടെ ബാഡ്ജിങ് അവിടെ കാണാം. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് നോക്കുമ്പോൾ ഇവിടെ പൊടിക്കൊരു ഡോട്ട് സ്ക്രാച്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ലോവർ പാർട്ടിലേക്ക് വരുമ്പോൾ 4 സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ബമ്പേഴ്സിൽ ഇവിടെ കാണാം. ഓക്കെ, താഴെയും ഒരു പൊടിക്ക് സ്ക്രാച്ച് കിട്ടുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്ക് വരാം. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറും കുഴപ്പമില്ലാത്ത ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് 4 പവർ വിൻഡോസിൻ്റെ ബട്ടൺ കാണാം, ORM കൺട്രോൾ കാണാം. ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ്സൊക്കെ ഓക്കെയാണ്. സീറ്റ് കവേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതേപോലെ ഇൻസൈഡ് ഒന്ന് വിശദമായിട്ട് നോക്കാം. നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ കീ ഒന്ന് പവർ ഓൺ ചെയ്യട്ടെ. കിലോമീറ്റേഴ്സും കാര്യങ്ങളും കാണിച്ചു തരാം. 89,000 കിലോമീറ്ററാണ് ഈ വാഹനം ഇപ്പം നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ പവർ വിൻഡോസ് ബട്ടൺ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റിൻ്റെ ക്വാളിറ്റി നോക്കാം. ക്രോസ് സ്റ്റിച്ചിങ് ചെയ്ത് ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു. ഇവിടെ ഡോർ പാഡ്സ് ആയാലും ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു. പാസഞ്ചർ സൈഡ് നോക്കാം. പാസഞ്ചർ സൈഡിലും ഇവിടെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാം. റൂഫ് നോക്കാം. റൂഫ് നല്ല ഭംഗിയിൽ തന്നെ നീറ്റായിട്ട് നിൽക്കുന്ന റൂഫും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് എക്സിറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ കിലോമീറ്റർ ഓൾറെഡി ഞാൻ പറഞ്ഞു തോന്നുന്നു 89,000 കിലോമീറ്ററാണ് സീറ്റ്സ് ഈ വാഹനം കവർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് എക്സിറ്റ് അടിക്കാം. അതിനുശേഷം ഇതിൻ്റെ പാസഞ്ചർ സൈഡ് നോക്കിയാൽ ഇവിടെ സീറ്റ് നോക്കാം. സീറ്റൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. മിഡിൽ നമുക്കൊരു ആംറസ്റ്റ് വരുന്നുണ്ട്, 2 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. പാർസൽ ട്രേ ഒക്കെ നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന പാർസൽ ട്രേ. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കേട്ടോ, നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡോറൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ എൻജിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളും നോക്കിയേക്കാം. ഞാൻ ഓക്കെ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്വിഫ്റ്റ് VDI അല്ലെങ്കിൽ സ്വിഫ്റ്റ് ഡിസയർ VDIൻ്റെ ആ ഒരു എൻജിൻ ഭാഗം. അപ്പോൾ എൻജിൻ ഭാഗത്തേക്ക് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ എഡ്ജസൊക്കെ ആയി നോക്കാം. കണ്ട, ക്യാമറ സ്ലോയിൽ തന്നെ നിങ്ങൾ ഫ്രണ്ടിലേക്ക് എത്തിച്ചേക്കാം. എന്തെങ്കിലും
പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാവുന്നതാണ്. കേട്ടോ, നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു എഡ്ജസ് നിങ്ങൾക്ക് കൂടെ കാണാം. അതേപോലെ തന്നെ ഇതിൻ്റെ എൻജിൻ ഭാഗം ശ്രദ്ധിക്കാം. ഇതിൽ ലീക്കേജോ കാര്യങ്ങളുണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. ക്യാമറ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കാണാം, ബാറ്ററിയൊക്കെ പവർഫുൾ ബാറ്ററി ആണ് കേട്ടോ, പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിൻ്റെ ലിഡ് നോക്കാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നോക്കാവുന്നതാണ്. കേട്ടോ, വലിയ കുഴപ്പമില്ലാതെ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണ ആ ഒരു എൻജിൻ റൂമാണ് നിങ്ങൾ കണ്ടത്. ഇനി നമുക്കിതിൻ്റെ ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കാം. അതിൻ്റെ ലിഡൊന്ന് അപ്പ് ചെയ്യട്ടെ. ഓക്കെ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്വിഫ്റ്റ് ഡിസയർ VDIൻ്റെ ആ ഒരു ബൂട്ട് സ്പേസ്. ലാവിഷായിട്ടുള്ള സ്പേസ് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ പഴയ ആ ഒരു ഡിസയർ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സ്പേസ് കുറവ് എനിക്ക് തോന്നുന്നുണ്ട്. ടയർ നോക്കാം. ടയർ ഗ്രിപ്പും കാര്യങ്ങളും കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റുള്ളൂ, വലിയ ഗ്രിപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള വ്യൂ നോക്കാം. കേട്ടോ, അതേപോലെ തന്നെ ഇതിൻ്റെ ലിഡ്, അതേപോലെ തന്നെ ലോവർ പോർഷനൊക്കെ നോക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്. കേട്ടോ, ഓക്കെ. അപ്പോൾ അതേപോലെ ലോവർ പാർട്ട് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ വ്യൂ. ഇനി നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഈ സ്വിഫ്റ്റ് ഡിസയർ ഒരു ലൈറ്റ് ഗോൾഡൻ കളറിൽ വന്നിരിക്കുന്ന വാഹനമാണ്. അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. കൂടാതെ തന്നെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ഉപയോഗിക്കുന്ന വാഹനം കൂടിയാണ്. ഡീസൽ ആയതുകൊണ്ട് തന്നെ നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റിലേക്ക് പോയേക്കാം. റേറ്റിലേക്ക് പോകാൻ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സും പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3,60,000 രൂപയാണ്. 3.60 lakhs ആണ് ആസ്കിംഗ് പ്രൈസ്. അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം. ലോൺ ഫെസിലിറ്റി വേണ്ടവർ അതും കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് ഈ വാഹനങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഗിഫ്റ്റ് നിൽക്കുന്നുണ്ട്. അത് 7012665202 എന്ന നമ്പറിനകത്തേക്ക്, എൻ്റെ നമ്പറിനകത്തേക്ക് വിളിക്കാനോ വാട്സപ്പ് അയക്കണം മറക്കരുത്, വാഹനം വാങ്ങിക്കുന്ന സമയത്ത് തന്നെ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു ഡിസയറിൻ്റെ വിശേഷങ്ങൾ. എത്രയും പെട്ടെന്ന് ഒട്ടനവധി വാഹനങ്ങൾ അതിനെപ്പോഴുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.